നമ്മൾ ഓരോരുത്തരും നിത്യജീവിതത്തിൽ ചെയ്യുന്ന 10 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാനിന്ന് പറയുന്നത്. കാരണം ഇതിൽ പലതും നമ്മൾ അറിയാതെ ചെയ്യുന്ന തെറ്റുകളാവാം. അതുകൊണ്ട് തന്നെ എനിക്ക് പരിചയമുള്ള കുടുംബത്തിൽ വന്ന ചില പ്രശ്നങ്ങൾ പറഞ്ഞിട്ടാണ് ഞാനിത് തുടങ്ങുന്നത്. മാധവി അമ്മയും മകൻ ഹരിയും മരുമകൾ അഞ്ജനയും അടങ്ങിയതാണ് അവരുടെ കുടുംബം. വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ജീവിച്ചു പോകുന്ന ആ കുടുംബത്തിൽ അടുത്ത കാലത്തായി ചെറിയ ചില അസ്വസ്ഥതകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ കണ്ടു തുടങ്ങി. വലിയ തറവാട്ടിൽ നിന്ന് വന്ന അഞ്ജനയ്ക്ക് ദൈവവിശ്വാസം ഉണ്ടെങ്കിലും തിരക്കുകൾക്കിടയിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വിട്ടുപോയിട്ടുണ്ടായി. ആ സമയത്താണ് മാധവിയമ്മയുടെ ജ്യേഷ്ഠത്തി സുഭദ്രാമ്മ വരുന്നത്. പഴമയുടെ നന്മയും ആചാരവും ഒക്കെ കൃത്യമായിട്ട് നോക്കുന്ന ഒരാളാണ് സുഭദ്രാമ്മ. വൈകുന്നേരം സുഭദ്രാമ്മ ആ വീട്ടിൽ വെച്ച് കണ്ട ചില കാഴ്ചകളാണ് എന്താണ് അവർ ചെയ്യുന്ന തെറ്റുകൾ എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തത്. സുഭദ്രാമ്മ ആ വീട്ടിൽ വന്നതിന് ശേഷം അന്ന് വൈകുന്നേരം കണ്ട ചില കാഴ്ചകൾ, ആ കാഴ്ചകൾ ഒരു തെറ്റാണ് എന്ന് മനസ്സിലായപ്പം ആ വീട്ടിലെ മരുമകളായ അഞ്ജനയ്ക്ക് തിരുത്തി കൊടുത്ത ചില കാര്യങ്ങൾ. അന്ന് വൈകുന്നേരം അഞ്ജന ഓഫീസിൽ നിന്നും വന്ന് അതിനുശേഷം ധൃതിയിൽ അടുക്കളപ്പണിയിലായിരുന്നു. ആ സമയത്താണ് 6:30 മണി കഴിഞ്ഞല്ലോ. പെട്ടെന്നാണ് സന്ധ്യാവിളക്ക് കൊളുത്താൻ വൈകിയത് അവൾ ഓർത്തത്. വേഗം നിലവിളക്കെടുത്ത് തിരിയിട്ടു. ഇത് കണ്ടപ്പോൾ സുഭദ്രാമ്മയ്ക്ക് ഇതെന്താണ് ചെയ്യുന്നത് എന്ന് തോന്നി. അങ്ങനെ സുഭദ്രാമ്മ അഞ്ജനയ്ക്ക് പറഞ്ഞു കൊടുത്ത രീതികൾ, ആ രീതികൾ ഒരു 10 ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പറയുന്നത്. നിലവിളക്ക് നമ്മൾ എടുത്തിട്ട് തറയിൽ വെച്ചിട്ട് കത്തിക്കും ചിലവർ. വിളക്ക് വെക്കുന്ന സ്ഥലം, നിലവിളക്ക് ഒരിക്കലും വെറും തറയിൽ നേരിട്ട് വെക്കാൻ പാടില്ല. ഇത് നെഗറ്റീവ് ഊർജ്ജമാണ് ഉണ്ടാക്കുന്നത്. വിളക്ക് എപ്പോഴും ഒരു പീഠത്തിന്മേലോ ഒരു താലത്തിലോ, നമ്മൾ വിളക്കിൻ്റെ അടിയിൽ വെക്കുന്ന താലം ഉണ്ടല്ലോ, അതിലോ അല്ലെങ്കിൽ ഒരു ഇലയിലോ വേണം പ്രതിഷ്ഠിക്കാൻ. പിന്നെ തിരികളുടെ എണ്ണം, സാധാരണ ദിവസങ്ങളിൽ ഒരു തിരി മാത്രമിട്ട് വിളക്ക് കത്തിക്കാൻ പാടില്ല. കാരണം ഒരു തിരി ഏകത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. എപ്പോഴും 2 തിരികൾ വീതം ഇട്ട് വേണം വിളക്ക് കൊളുത്താൻ. ഇത് കുടുംബ ഭദ്രതയെയും ദാമ്പത്യ ഐക്യത്തെയും വർദ്ധിപ്പിക്കും. തിരികൾ ഇടേണ്ട ദിശ ഏതാണ്? തെക്ക് ദിശയിലേക്ക് ദർശനമായി തിരിയിട്ട് വിളക്ക് കത്തിക്കാൻ പാടില്ല. ഇത് ദോഷമാണ്. തിരികൾ എപ്പോഴും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും അഭിമുഖമായി വേണം വയ്ക്കാൻ. കിഴക്ക് ദേവദിശയാണ്. അതുപോലെ ഉപയോഗിക്കുന്ന എണ്ണ, ഗുണനിലവാരം കുറഞ്ഞ എണ്ണകളോ വീട്ടിൽ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച എണ്ണകളോ പലതരം എണ്ണകൾ മിക്സ് ചെയ്തോ വിളക്ക് ഒരിക്കലും കത്തിക്കരുത്. ഏറ്റവും ഉത്തമമായ എണ്ണ നല്ലെണ്ണയാണ്, അല്ലെങ്കിൽ എള്ളെണ്ണ, അല്ലെങ്കിൽ ശുദ്ധമായ പശുവിൻ നെയ്യ് ഉപയോഗിക്കാം. വെളിച്ചെണ്ണയും ഉപയോഗിക്കാം. ഇനി വിളക്ക് കൊളുത്തുന്ന രീതിയോ, തീപ്പെട്ടിക്കൊള്ളി നേരിട്ട് ഉരച്ച് നിലവിളക്കിലേക്ക് നീട്ടി തിരി കൊളുത്താൻ പാടേയില്ല. ആദ്യം ഒരു ചെറിയ അകൽവിളക്കോ കൈവിളക്കോ കത്തിക്കുക. അതിനുശേഷം ആ ദീപത്തിൽ നിന്ന് വേണം നിലവിളക്കിലെ തിരികളിലേക്ക് അഗ്നി പകരാൻ. ആദ്യം കത്തിക്കേണ്ട തിരിയോ, വിളക്ക് കത്തിക്കുമ്പോൾ പടിഞ്ഞാറ് വശത്തെ തിരി ആദ്യം കത്തിക്കാൻ പാടില്ല. എപ്പോഴും ആദ്യം കിഴക്ക് ദിശയിലുള്ള തിരി വേണം കത്തിക്കാൻ. അതിനുശേഷമേ പടിഞ്ഞാറുള്ള തിരി കത്തിക്കാവൂ. സമയവും ശുദ്ധിയും, സന്ധ്യാസമയം കഴിഞ്ഞ് ഒരുപാട് ഇരുട്ടിയ ശേഷം, അതായത് 7 മണിയൊക്കെ കഴിഞ്ഞിട്ട് വിളക്ക് വെക്കരുത്. അതുപോലെ ശരീരശുദ്ധി ഇല്ലാതെ വിളക്ക് തൊടരുത്. സൂര്യൻ അസ്തമിക്കുന്ന ആ കൃത്യസമയത്ത് ഗോധൂളി മുഹൂർത്തം എന്ന് പറയും. ആ സമയത്ത് വേണം വിളക്ക് കൊളുത്താൻ. കൈയും കാലും മുഖവും കഴുകി വൃത്തിയായി വേണം വിളക്കിനരികിലേക്ക് വരാൻ. മന്ത്രങ്ങൾ എങ്ങനെ ജപിക്കാം? വിളക്ക് കൊളുത്തുമ്പോൾ മനസ്സിൽ മറ്റു പല ചിന്തകളുമായി മിണ്ടാതെ നിൽക്കാൻ പാടില്ല. വിളക്ക് കൊളുത്തുന്ന സമയത്ത് ദീപം ശുഭം അങ്ങനെയൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ നമ്മൾ ദീപം ദീപം അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ കരോതി എന്ന ശ്ലോകമോ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഈശ്വര മന്ത്രങ്ങളോ ഉറക്കെ ചൊല്ലണം. ആ ശബ്ദം വീട്ടിലെ നെഗറ്റീവ് ഊർജ്ജത്തെ മാറ്റും. നമ്മൾ ദീപം ദീപം അങ്ങനെ പറഞ്ഞിട്ടല്ലേ പലപ്പോഴും നമ്മൾ സന്ധ്യക്ക് വിളക്ക് കത്തിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും നമ്മുടെ മന്ത്രങ്ങൾ ചൊല്ലിയിട്ട് മാത്രമേ വിളക്ക് കത്തിക്കാൻ പാടുള്ളൂ. ഈ വിളക്ക് വെച്ച ശേഷമുള്ള കാര്യങ്ങളോ, വിളക്ക് വെച്ച ഉടനെ വീട് അടച്ചിടുകയോ ഉറങ്ങുകയോ കിടക്കുകയോ അല്ലെങ്കിൽ ആഹാരം കഴിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. വിളക്ക് കൊളുത്തിക്കഴിഞ്ഞിട്ട് കുറച്ച് നേരം ആ ദീപത്തിന് മുന്നിൽ പ്രാർത്ഥനയോടെ ഇരിക്കണം. ഈ സമയത്ത് വീടിൻ്റെ ഉമ്മറവാതിൽ തുറന്നിടാൻ ശ്രമിക്കണം. തിരി അണയ്ക്കുന്ന രീതി, രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് വിളക്ക് വായ കൊണ്ട് ഊതിയോ കൈ കൊണ്ട് തട്ടിയോ കെടുത്താൻ പാടേയില്ല. അത് വലിയ ദോഷമാണ്. പൂവിൻ്റെ ഇതൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു ചെറിയ ഈർക്കിൽ കഷ്ണം കൊണ്ടോ തിരി പതുക്കെ എണ്ണയിലേക്ക് ഇറക്കി വെക്കണം. ഇതിനെ എടുത്തുക എന്നല്ല പറയുക, തിരി മാറ്റുക എന്നാണ് പറയേണ്ടത്. അതെ, ഈ തെറ്റുകളാണ് ചെയ്യാൻ പാടില്ല എന്ന് തിരുത്തി സുഭദ്രാമ്മ അഞ്ജനക്ക് പറഞ്ഞു കൊടുത്തത്.
ശരിക്കും ഇതൊക്കെ ശുദ്ധിയോടെയും എല്ലാ തെറ്റുകളും മാറ്റി കറക്റ്റായിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ വീട്ടിലുള്ള കലഹങ്ങളൊക്കെ മാറി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കൊക്കെ അയവ് വന്നിട്ട് ഒരു വലിയ ശാന്തതയും ഐശ്വര്യവും തന്നെ ആ വീട്ടിലേക്ക് തിരിച്ചു വന്നു. കാരണം ഇതൊന്നും നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. വിളക്ക് കത്തിച്ചതിന് ശേഷം ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ഊതിയിട്ട് അത് എടുത്തു വെക്കും. അതുപോലെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ, നിലവിളക്ക് തറയിൽ വെച്ചിട്ട് കത്തിക്കും. ഇത് നമ്മൾ അറിയാതെ ചെയ്യുന്നതാണ്. എന്നാൽ ഇതൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അയ്യോ ഞാൻ അങ്ങനെയല്ലേ ചെയ്തത് എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും വിഷമിക്കണ്ട. ദൈവം നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന തെറ്റുകളൊക്കെ പൊറുക്കും. എന്നാൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ മതി അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ ആണ് ദൈവമായാലും ആരായാലും പൊറുക്കാത്തത്. നമ്മൾ എത്ര വലിയ പ്രാർത്ഥനകൾ നടത്തിയാലും എത്ര വലിയ വഴിപാടുകൾ കഴിച്ചാലും നമ്മൾ ദിവസവും വീട്ടിൽ ചെയ്യുന്ന ഇത്തരം കുഞ്ഞു കാര്യങ്ങളിലെ തെറ്റുകൾ ആ പൂജകളുടെ ഫലം ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വീട് ഒരു കോവിലാണ്. ആ കോവിലിൽ ഐശ്വര്യവും ലക്ഷ്മി ദേവിയുടെ കടാക്ഷവും നിറയണമെങ്കിൽ നിലവിളക്ക് കൊളുത്തുമ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായി നമ്മൾ പാലിക്കണം. അതുകൊണ്ട് തന്നെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ഇത്രയും കാലം തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അതോർത്തൊരിക്കലും വിഷമിക്കാതെ ഇനി അങ്ങോട്ട് നമ്മളുടെ ജീവിതത്തിൽ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ വരാതെ നോക്കേണ്ടത് നമ്മുടെയും കാര്യമാണ്. കാരണം നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളും കണ്ടുപഠിക്കുന്നത്. അവർക്കും ഈശ്വരവിശ്വാസം വരാൻ വേണ്ടി നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങളോടും പറഞ്ഞു കൊടുക്കണം. ഈ വീട്ടിൽ സുഭദ്രാമ്മയാണ് അവരുടെ ഐശ്വര്യം തിരികെ കൊടുത്തതെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം വരാൻ വേണ്ടി മുന്നോട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെയും ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉപകാരമായി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു.